Okay. About income tax bandapata, income tax in the account standard as India IAS. But the bandapata, number video at the video noka. Any at our taxable temporary difference in Purchu, deductible temporary difference in Purchu. Other a deferred tax asset, a deferred tax liability. Other country became a deferred tax asset in the deductible temporary difference into tax rate. Deferred tax liability taxable temporary difference into tax rate. Upper deductible temporary difference deferred tax asset to taxable temporary difference deferred tax liability. Deductible temporary difference and the Mansa video card. Taxable temporary difference and the Mansa video card. Deductible temporary difference deferred tax asset to taxable temporary difference deferred tax liability. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഈ IAS 12 ആവശ്യപ്പെടുന്നത് അപ്പോൾ IAS 12 ആവശ്യപ്പെടുന്ന ഈ DTL deferred tax liability അതുപോലെ deferred tax asset അതൊക്കെ ടാക്സ് റേറ്റിലാണ് മെഷർ ചെയ്യേണ്ടത്. അതിന്റെ ഇക്വേഷൻ നേരത്തെ കണ്ടോ deductible temporary difference into tax rate കാരണം DTL taxable temporary difference into tax rate. അപ്പോൾ ടാക്സ് റേറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ആ പീരീഡിലെ ടാക്സ് റേറ്റ് കേട്ടോ ഏത് പീരീഡിലാണോ ഡെഫേർഡ് ടാക്സ് ലിയബിലിറ്റിയും ഡെഫേർഡ് ടാക്സ് അസറ്റും കണ്ടുപിടിക്കുന്നത് ആ പീരീഡിലെ ടാക്സ് റേറ്റ് ആയിട്ട് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസിനെ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് DTL അല്ലെങ്കിൽ DTA കിട്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഇനി ഇത് എവിടെയാണ് കാണിക്കുക? ഈ കറന്റ് ആൻഡ് ഡെഫേർഡ് ടാക്സ്, കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സ്, കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും SOPL ആണ് കാണിക്കുന്നത് കേട്ടോ. കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിലാണ് കാണിക്കുന്നത്. കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും ചില സാഹചര്യത്തിൽ വ്യത്യാസമുണ്ട്. സാധാ സാഹചര്യത്തില് കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും എവിടെ കാണിക്കുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. വ്യത്യാസത്തിന്റെ സാഹചര്യം എവിടേക്കാ വെച്ചാൽ ഇപ്പൊ റീവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ഡെഫേർഡ് ടാക്സ് ആണ് വെച്ചാൽ അത് അതർ കോംപ്ലസൻസി ഇൻകത്തിൽ കാണിക്കണം. അത് SOPL അല്ല കാണിക്കുന്നത് കേട്ടോ. പിന്നെ വ്യത്യാസമുള്ള സാഹചര്യം ഏതൊക്കെയാ വെച്ചാൽ ഈ കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും അതർ കോംപ്ലസൻസി ഇൻകത്തിലെ ഐറ്റംസ് ആയിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആണ് വെച്ചാൽ അത് SOPL കാണിക്കേണ്ട, അതർ കോംപ്ലസൻസി ഇൻകത്തിലെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും ആണ് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം കാണിക്കും. ബാക്കിയുള്ള സാഹചര്യത്തിലും കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കും. ഇനി ഈ ഡെഫേർഡ് ടാക്സ് അസറ്റും ഡെഫേർഡ് ടാക്സ് ലിയബിലിറ്റി എവിടെയൊക്കെ കാണിക്കുന്നു? ബാലൻസ് ഷീറ്റ് IAS വെച്ചിട്ട് ബാലൻസ് ഷീറ്റ്, പുതിയ IAS വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് പേരാന്നേ ഉള്ളൂ കേട്ടോ. നോൺ കറന്റ് അസറ്റ് എന്ന ഹെഡിങ്ങിലാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ് കണക്ക്. കറന്റ് അസറ്റ് എന്ന ഹെഡിങ്ങിലാണ് കറന്റ് ടാക്സ് അസറ്റ് കണക്ക്. ഇതിന്റെയൊക്കെ ഇനി കണക്കുകൾ വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാവും. ഒരു വലിയൊരു കണക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഡെഫേർഡ് ടാക്സ് അസറ്റ് കറന്റ് നോൺ കറന്റ് അസറ്റിലും കറന്റ് ടാക്സ് അസറ്റ് കറന്റ് അസറ്റിലും കാണിക്കും. അപ്പൊ DTA എവിടെ കാണിക്കുക? നോൺ കറന്റ് അസറ്റ്. കറന്റ് ടാക്സ് അസറ്റ് എവിടെ കാണിക്കുക? കറന്റ് അസറ്റ്. അതുപോലെ ഡെഫേർഡ് ടാക്സ് ലിയബിലിറ്റി എവിടെ കാണിക്കുക? നോൺ കറന്റ് ലിയബിലിറ്റി. കറന്റ് ടാക്സ് ലിയബിലിറ്റിയോ കറന്റ് ലിയബിലിറ്റി. അപ്പൊ ഇങ്ങനെയാണ് കാണിക്കുക. അപ്പൊ SOPL-ലും അതർ കോംപ്ലസൻസി ഇൻകത്തിലും സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലും ബാലൻസ് ഷീറ്റ് എല്ലാം തന്നെ ഈ കറന്റ് ടാക്സിന്റെയും ഡെഫേർഡ് ടാക്സിന്റെയും DTAയുടെയും DTL-ന്റെയും കാര്യങ്ങൾ വരും കേട്ടോ. നേരത്തെ ഇപ്പൊ പഠിച്ച പോലെ അതെല്ലാം അവിടെ എല്ലാം കാണിക്കേണ്ടി വരും. ഇനി ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇക്വേഷൻ പഠിച്ചു, ഡെഫേർഡ് ടാക്സ് അസറ്റിന്റെ ഇക്വേഷൻ പഠിച്ചു. ഡെഫേർഡ് ടാക്സ് അസറ്റ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് വെച്ചാൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ് വരുന്നത്. ആ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ടാക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് വെച്ചാൽ ഡെഫേർഡ് ടാക്സ് ലിയബിലിറ്റി വരും. അപ്പൊ ടാക്സ് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊരു സീരിയസ് ആണ്. ഇൻകം ടാക്സിന്റെ വീഡിയോ എല്ലാ വീഡിയോയും കണ്ടാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. അവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് അതിന്റെ ക്യാരിയിങ് എമൗണ്ട് 100, ടാക്സ് ബേസ്
60. Tax rate 20. A tax rate 20 would apply if the item was sold, and a tax rate of 30% would apply to other income. ഇവിടെ കണ്ടുപിടിക്കണം ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ അതോ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ആണോ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കുക, ഇവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ്, അപ്പൊ അസറ്റ് ആണ്. അപ്പൊ അസറ്റിന്റെ കേസിൽ ക്യാരിങ് എമൗണ്ട് 100, ടാക്സ് ബേസ് 60. അപ്പൊ അസറ്റിന്റെ കേസിൽ ക്യാരിങ് എമൗണ്ട് 100, ടാക്സ് ബേസ് 60. ക്യാരിങ് എമൗണ്ട് കൂടി, ടാക്സ് ബേസിനൊക്കെ കൂടി. അപ്പൊ ഏതാ വരിക? അസറ്റിന്റെ കേസിൽ ക്യാരിങ് എമൗണ്ട് ടാക്സ് ബേസിനെ കൂടിയ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരും. ഏതാ വരിക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരും. അത് സംശയം ഉണ്ടെച്ചാൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്താണ്, നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി കാണിക്കുകയാണ്. അസറ്റിന്റെ കേസിൽ ക്യാരിങ് എമൗണ്ട് ടാക്സ് ബേസിനൊക്കെ കൂടിയ എന്താ വരിക കേട്ടോ. ഇന്നലത്തെ വീഡിയോയിലത്തെ PPT ഞാൻ എടുക്കുകയാണ്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കാണിക്കാം. ഇന്നലത്തെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കണത് കേട്ടോ. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസ് ആണ്. നോക്കാം കേട്ടോ. ക്യാരിങ് എമൗണ്ട് ടാക്സ് ബേസിനൊക്കെ കൂടി, അപ്പൊ ഏതാ വരിക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരിക. എവിടെ? അസറ്റിന്റെ കേസിൽ. ഇത് ഈ PPT കാണാം, ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടത്. ക്യാരിങ് എമൗണ്ട് ടാക്സ് ബേസിനൊക്കെ കൂടി, അപ്പോൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരിക. അസറ്റ് ആണ്, ഇവിടെ അസറ്റ് അല്ലേ? ക്യാരിങ് എമൗണ്ട് കൂടിയില്ലേ ടാക്സ് ബേസിനൊക്കെ, അപ്പൊ ഏതാ വരിക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പൊ ഡെഫേർഡ് ടാക്സ് അസറ്റ് വരിക, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി വരിക, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി. നോക്കുക എത്രയാണ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി. ആ വ്യത്യാസം 40 ആണ്. ആ 40 ഇൻറ്റു കണ്ടോ, ഇന്ന് പഠിച്ച ഇക്വേഷൻ ഒരിക്കൽ കൂടി കാണിക്കാം. ഇന്ന് പഠിച്ച ഇക്വേഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അവിടെ കാണിക്കാം. ഓക്കെ, കണ്ടോ? DTA ഇക്വേഷൻ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻ ടാക്സ് റേറ്റ്. DTA അല്ല, DTL ആണ്. അപ്പൊ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻ ടാക്സ് റേറ്റ്. ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് കിട്ടിയിട്ട് അതിന് ടാക്സ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 40 ടാക്സ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് ടാക്സ് റേറ്റ് ഉണ്ട് ക്വസ്റ്റ്യനില്, 20 ഉണ്ട്, 30 ഉണ്ട്. ഏതെടുക്കുക? 20 എടുക്കുക. ആ ടാക്സ് റേറ്റ് 20% would apply if the asset was sold. ആ അസറ്റ് വിൽക്കുമ്പോ ആപ്ലിക്കബിൾ ആയുള്ള ടാക്സ് റേറ്റ് അതാണ് എടുക്കേണ്ടത് കേട്ടോ. ബാക്കിയുള്ള ഇൻകമായിട്ട് ബന്ധപ്പെട്ട 30% എടുക്കാൻ പാടില്ല, അതാ എടുക്കേണ്ടത്. അപ്പൊ 20%. അപ്പോ ആ 40 ഇൻറ്റു 20%, 40 ഇൻറ്റു 20%. അതൊന്ന് PPT ശരിയാക്കട്ടെ. ഓക്കെ, 40 ഇൻറ്റു 20%, 40 ഇൻറ്റു 20/100, 8. അപ്പൊ ഇങ്ങനെയാണ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി. അപ്പൊ ഇതിന്റെ അടുത്ത വീഡിയോ നാളെ ചെയ്യാം. അപ്പൊ നാളെ അത് കാണുക കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവുള്ളൂ, അല്ലാതെ ഒരു വീഡിയോ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.